പുരാതന ഈജിപ്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ തന്നെ അവരുടെ തലമുടി മുഴുവനായിട്ട് ഷേവ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് അവരുടെ തല മൊത്തമായിട്ട് ഒരു മൊട്ട അടിക്കും, പുരികം മാത്രം അവിടെ നിലനിർത്തുള്ളൂ, ബാക്കി തലയുടെ എല്ലാ മുടി അവർ മൊത്തമായിട്ട് ഷേവ് ചെയ്യും, മൊട്ട അടിക്കും. അതിനുശേഷം ഇങ്ങനെ ചെയ്തതിനു ശേഷം അവർ ചെയ്യുന്ന പരിപാടി അവർ വിഗ് ധരിക്കും. അതായത് ഇന്നത്തെ വിഗ് എന്നുള്ളൊരു സംഭവം ആക്ച്വലി അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ആക്ച്വലി ഈജിപ്ഷ്യൻസ്, പുരാതന ഈജിപ്തുകാരിൽ നിന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങളിത് പല സിനിമകളിലും അല്ലെങ്കിൽ പണ്ടത്തെ ഇത്തരത്തിലുള്ള ഫറോമാരെ അല്ലെങ്കിൽ രാജ്ഞിമാരൊക്കെ ഇട്ടിരിക്കുന്ന അതിലുള്ള ചിത്രങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന്മാർ സ്വർണ്ണ നിറത്തിലുള്ള മുടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത്തരത്തിൽ പല നിറത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള മുടികളായിരിക്കും ധരിച്ചിട്ടുണ്ടായിരിക്കുക. ഇത് സത്യത്തിൽ മുടിയല്ല, മറിച്ച് വിഗാണ്. അതായത് അവർ തല മൊത്തമായിട്ട് ഷേവ് ചെയ്യും, പുരികം മാത്രമേ നിർത്തുള്ളൂ, എന്നിട്ട് അത് ഷേവ് ചെയ്തതിനു ശേഷം അവർ വിഗ് ധരിക്കും. ഇത് അന്നത്തെ ഒരു കാലത്തിന്റെ പ്രത്യേകത, അത്രേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അതേപോലെ പൂച്ചകൾ എന്ന് പറയുന്നത്, പൂച്ച എന്ന ജീവി ആക്ച്വലി ഇവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ദൈവീയമായിട്ടുള്ള സ്ഥാനം തന്നെ ആക്ച്വലി പൂച്ചകൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവന്മാര് വളർത്തുന്ന ഒരു പൂച്ച ചത്തുപോയിനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകം പ്രതിമകൾ പണി അല്ലെങ്കിൽ പ്രത്യേകം സ്മാരകങ്ങളും കാര്യങ്ങളൊക്കെ അക്കാലത്ത് അവർ പണിയാറുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇന്ന് പശുവാണെങ്കിൽ അന്ന് പൂച്ച, അത്രയേ ഉള്ളൂ. അതായത് അത്രമാത്രം ദൈവീയമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ അക്കാലത്ത് അവർ പൂച്ചകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പൂച്ചകൾക്ക് അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു ആണ് പറഞ്ഞു തന്നെ.